എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ്. നിങ്ങളൊരു 35 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് ചുളിവുകളൊക്കെ വീഴും. ആ ഒരു ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് മാറ്റാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ടാൻ റിമൂവ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ തക്കാളി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഞാൻ അരച്ചിട്ട് വരാം. അപ്പം ഞാനിവിടെ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പം നമ്മൾ കോക്കനട്ട് ഓയിൽ ഒരു 5 സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു പാനിലേക്ക് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇതേപോലത്തെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു 5 സ്പൂണോളം കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പം ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത് തിളച്ച് നന്നായിട്ട് വറ്റിയതിന് ശേഷം വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. നമുക്കിത് എത്ര എമൗണ്ടാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് എമൗണ്ട് കൂട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പം വളരെ ചെറിയ എമൗണ്ടിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ഒരു ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ ചെറിയ അരിപ്പ് ഉപയോഗിച്ചിട്ടോ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടോ നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ്. അരിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഈ ഒരു എണ്ണയുടെ കളറൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു മഞ്ഞ പോലത്തെ കളറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന നല്ല ഒരു ഹോം റെമഡിയാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പിന്നെ ഇത് ഈ ഒരു ഓയിൽ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ക്രീമും കൂടി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ക്രീമിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പം ഞാൻ സെക്കൻഡ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഓയിലാണ്. പിന്നെ ഇതിൻ്റെ ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ക്രീം ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ഇടുക. ക്രീം അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെക്കുക. അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്കിന്നിലെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ടാൻ റിമൂവ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. വാഷ് ചെയ്യുമ്പം നമുക്ക് ഒന്നുകിൽ പയറുപൊടി ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. ഇതും അല്ലെങ്കിൽ നമുക്ക് നോർമലി ഉള്ള നമ്മുടെ കയ്യിലുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടും സ്കിന്നെ ഒന്ന് യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.